ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് വലിയ നോമ്പിൻ്റെ 50-ാമത്തെ ദിനം. കാൽവറിയിലേക്കുള്ളതായ നമ്മുടെ യാത്രയുടെ 50-ാമത്തെ ചവിട്ടുപടിയും നാം ചവിട്ടിക്കഴിഞ്ഞു. ഇന്ന് ഈസ്റ്ററാണ്, ഉയർത്തെഴുന്നേൽപ്പിൻ്റെതായ ഒരു ദിനം. കർത്താവിൻ്റെ പുനരുദ്ധാനമാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പ്രധാന അടിസ്ഥാനം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമെന്ന് പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അടിച്ചമർത്തപ്പെടുന്നവരും ചൂഷിതരുമായി തീരുന്ന മനുഷ്യ സമൂഹങ്ങളെ ശക്തമായി പ്രചോദിപ്പിക്കുന്ന പ്രമേയമാണ് ഉയർത്തെഴുന്നേൽപ്പ്. പുനരുദ്ധാനത്തിൻ്റെ സത്വാർത്ഥകരാകുവാൻ കഴിയുക എന്നതാണ് നമ്മെ നല്ല വ്യക്തിത്വങ്ങളാക്കി തീർക്കുന്നത്. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്ത വേദഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങൾ. ആഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ ദിവസം വളരെ നേരത്തെ സ്ത്രീകൾ സുഗന്ധദ്രവ്യങ്ങളുമായി യേശുവിനെ അടക്കം ചെയ്തതായ കല്ലറയിലേക്ക് ചെല്ലുകയാണ്. അവരുടെ മനസ്സിൽ ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ: ആ കല്ല് ആരാണ് ഉരുട്ടി മാറ്റുക? എന്നാൽ അവർ എത്തുമ്പോൾ കല്ല് ഉരുണ്ട് മാറിയിരിക്കുകയാണ്. അവർ അന്വേഷിച്ചത് മരിച്ച യേശുവിനെ ആയിരുന്നു. പക്ഷെ അവർ കണ്ടത് ഉയർപ്പിന്റെ സത്യമാണ്. ദൂതൻ അവരോട് പറഞ്ഞു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഹൃദയം. ക്രൂശ് അവസാനമല്ല, കല്ലറ അവസാനമല്ല, ഉയർപ്പ് തന്നെയാണ് അവസാനത്തെ വാക്ക്. സ്ത്രീകൾ ആദ്യം ഭയപ്പെട്ടു, പിന്നെ ആശ്ചര്യപ്പെടുകയാണ്. പിന്നീട് അവർ ഈ വാർത്ത അറിയിക്കുവാൻ ഓടുകയാണ്. ഉയർപ്പിന്റെ അനുഭവം ഒരിക്കലും നമുക്കുള്ളിൽ മാത്രം നിൽക്കരുത്, അത് പങ്കുവയ്ക്കേണ്ട സുവിശേഷമാണ്. പ്രിയമുള്ളവരെ, വലിയ നോമ്പിന്റെ ഈ യാത്ര ഇവിടെ എത്തുമ്പോൾ നാം ക്രൂശിന്റെ വഴിയിലൂടെ നടന്ന് ഇപ്പോൾ ഉയർപ്പിന്റെ വെളിച്ചത്തിൽ നിൽക്കുന്നു. ഈ ദിവസം നമ്മോട് ചോദിക്കുന്നതായ ചോദ്യം പ്രകാരമാണ്: ഞാൻ ഇപ്പോഴും കല്ലറയിൽ യേശുവിനെ അന്വേഷിക്കുന്നുണ്ടോ? ഉയർപ്പിന്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ? ദൈവം നമ്മുടെ ജീവിതത്തിലെ കല്ലുകൾ ഉരുളി മാറ്റിയിരിക്കുന്നു. ഭയം, പാപം, നിരാശ എല്ലാം മാറ്റി പുതിയ ജീവിതത്തിലേക്ക് നമ്മെ വിളിക്കുകയാണ്. ഉയർപ്പിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ ഇടയായി തീരട്ടെ. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവിനെ ജീവനുള്ളവരുടെ മധ്യത്തിലാണ് അനുഭവിക്കാൻ കഴിയുന്നത്. പ്രതീക്ഷ നഷ്ടപ്പെട്ട ഇടങ്ങളിലും നിരാശ ബാധിക്കുന്ന സ്ഥലങ്ങളിലും കർത്താവിന്റെ ശരീരമാകുന്ന സഭയ്ക്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെ സാക്ഷികളാക്കുവാൻ കഴിയണം. അത് കർത്താവിന്റെ മുറിവേറ്റ ശരീരമാണ്, ഒഴുക്കുന്ന ശരീരമാണ്. സുഖാന്വേഷണങ്ങളും ആഡംബരപ്രിയരും കർത്താവിന്റെ ശരീരമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഇടങ്ങൾ അതല്ല എന്ന് മാത്രം നാം തിരിച്ചറിയണം. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചതായ കർത്താവിന്റെ ഉണ്മ പീഡകൾ സഹിക്കുന്ന വിശ്വാസികളുടെ മധ്യത്തിൽ ആയിരുന്നുവല്ലോ. ശൗൽ പീഡിപ്പിക്കുന്നത് വിശ്വാസ സമൂഹത്തെ ആണെങ്കിലും അത് തന്നെയാണ് വേദനിപ്പിക്കുന്നതും. ദൈവരാജ്യ മൂല്യങ്ങൾക്ക് വേണ്ടി പീഡകൾ അനുഭവിക്കുന്ന എല്ലായിടങ്ങളിലും ഉയർത്തെഴുന്നേറ്റവന്റെ സാന്നിധ്യമുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആ ഒരു തിരിച്ചറിവിലേക്ക് പ്രവേശിക്കുവാൻ ഈ ഉയർപ്പ് നാൾ നമ്മെ ഇടയാക്കട്ടെ.
കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് ഈ ഭൂമിയിൽ മരണത്തിൻ്റെ ശക്തികളെ വെല്ലുവിളിച്ചത് ഉയർപ്പ് അനുദിനം അനുഭവമാക്കിയതുകൊണ്ടാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളും പുനരുത്ഥാന ശക്തിയിൽ ജീവിക്കുവാൻ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹത്തോടെ, ജോയൽ അച്ഛൻ.